ഹായ് മച്ചാമാരെ, അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാരണമുടി ഗ്രാമപഞ്ചായത്തിൽ അലുമുക്ക് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിഭാ കുടുംബശ്രീ ചേച്ചിമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പൂക്കൃഷി, ഈ ബന്ദിപ്പൂ, പിന്നെ നമ്മുടെ കുറ്റിമുല്ല, അങ്ങനെയുള്ള സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇവർ കുറച്ച് സ്ഥലം ഒരു 6-7 ചിറയായിട്ട് ഇങ്ങനെ ഒരു 10-40 അടി നീളത്തിന് അവർ ചിറ പോലാക്കി 3 റാക്കി വെച്ച് ചെടി നടാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഉദ്ഘാടനവും പിന്നെ ആ ചെടി നടിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ നല്ലൊരു സംരംഭം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ കാലാവസ്ഥയൊക്കെ അവർക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഈ ചെടിയും കാര്യങ്ങളൊക്കെ പൂവിട്ട് നല്ല കുറച്ച് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വരുമാനം അവർക്ക് കിട്ടി തുടങ്ങാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും അതിജീവിച്ച് അവർ ഈ കൃഷിയിലേക്ക് അവർ മുമ്പോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമുക്ക് ശേഷം കാണാൻ പറ്റും. അപ്പം ഓക്കെ. പഞ്ചായത്ത് പ്രസിഡൻ്റായ സോണിയ മനോജിന് ഈ മഞ്ചാടി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കടന്നിട്ടുള്ള ചെയർപേഴ്സൺ, CDS, ADS എല്ലാവർക്കും, കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കൈ അടിക്കുന്നു. ഒരു ഫോട്ടോയും കൂടെ എടുത്തേക്കണേ. ഈ ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിനായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ CDS ചെയർപേഴ്സൺ, ഇവിടുത്തെ കുടുംബശ്രീയുടെ പ്രസിഡന്റ്, ADS CDS അംഗങ്ങൾ, പിന്നെ ഇതിൻ്റെ RPI പ്രവർത്തിക്കുന്ന അശ്വതി സെൽവി, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ ഓണത്തിനൊക്കെ നമ്മൾ അത്തപ്പൂക്കളം ഒക്കെ ഇടുമ്പോൾ നമുക്ക് പൂവിൻ്റെ ആവശ്യം വളരെയധികം കൂടുതലായിട്ടുള്ളൊരു സമയമെന്ന് പറയുന്നത് നമ്മുടെ ഓണസമയം തന്നെയാണ്. ആ സമയത്തൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ ഇറക്കിയാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മളുടെ ഈ സംസ്ഥാനത്തിന് തന്നെ ഇതൊരു മുതൽക്കൂട്ടാകത്തക്ക വിധത്തിൽ നമ്മുടെ കൃഷി രീതികളൊക്കെയും ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ പൂക്കൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ഇനിയും വരുന്ന ഓണത്തിനൊക്കെയും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമ്മളുടെ ഇടത്തിൽ തന്നെ, അതായത് ഈ നാറാണമുഴി പഞ്ചായത്തിന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൻ്റെ ആവശ്യത്തിലേക്കായിട്ടുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഒരാളങ്ങനെ തുടങ്ങിയത് ചെയർപേഴ്സണോട് അതിനകത്തോടെ വീഡിയോ ബാ മണ്ണ് റെഡിയാസേ. ഇങ്ങോട്ട് തരുന്നതായിരിക്കും. ഇച്ചിരി വളമുണ്ട്, പക്ഷെ അത്രയും തന്നെ താന്ന് നിൽക്കണം. അതല്ലേ അതിനകത്ത് വേറെ നമ്മൾ വാങ്ങിച്ചു. ഇനി അടുത്താണ് കണ്ണിടറി ഇരുട്ടടി കൈ അഴുക്കാതെ കേട്ടോ. അമ്പന്തി അതൊക്കെ സെറ്റായി ഇവിടെ നട്ടാൽ മതി. വിളിച്ചു 23-ാം ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷണിച്ച് അയച്ചു വന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സണും ഇവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും മറ്റു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളിത് സെറ്റാക്കാം. CRP ആണ് ഞാൻ. നമ്മൾ ഒരു
JLG ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടാണ് ഇതുപോലെ JLGയുടെ ഒരു നമ്മൾ ബന്ധിക്കൃഷി നടാനായിട്ട് പ്ലാൻ ചെയ്തതും എടുത്തത്. അപ്പോൾ നിങ്ങൾ മഞ്ചാടി ഗ്രൂപ്പാണ് അതിനുവേണ്ടി തയ്യാറായി വന്നത്. ഇതിപ്പോൾ റാന്നി നേഴ്സറിയിൽ നിന്നാണ് നമുക്കിവിടെ തൈ എത്തിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അവരുടെ കർത്തവ്യം അവർ ചെയ്തിട്ടുണ്ട്. തൈ എത്തിച്ച് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വേണം ഇത് നമുക്ക് ഓണ വിപണനത്തോടനുബന്ധിച്ച് ഇതിൻ്റെ പൂവ് നമുക്ക് കിട്ടി നമുക്കത് വിപണനം ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ഇത് കണ്ടു വേണം മറ്റ് ഗ്രൂപ്പുകാരും കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനൊരു സംരംഭം നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് കൊണ്ടുവന്ന് ഇത് കൂടുതലും മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് അപ്പം മച്ചാന്മാരെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചെറിയ കുഴികളാക്കിയിട്ട് ഓരോ അടിക്ക് അവർ ചെടിയുടെ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മ നല്ലൊരു ഇതാണ്. ഓണത്തിനേക്കൊക്കെ പൂവൊക്കെ പറിക്കാനും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഇനി അവർ ഇവിടെ കൊണ്ടുവന്നേടെ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കമ്പ് നാട്ടിയിട്ടുണ്ടല്ലോ, അവരിനി ഇവിടെ വല കെട്ടിയിട്ട് ഈ നമ്മുടെ പന്നിയും അതിൻ്റെ ഒത്തിരി ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട്, ഈ ചെടിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ചേച്ചിമാരെല്ലാം കൂടെ ഒരു 3 തൈ വീതം ഓരോ റാക്ക് നട്ട് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ബാക്കിയെല്ലാം അതിൻ്റെ അകത്തെല്ലാം തടാനുള്ളതാണ്. മച്ചന്മാരെ അങ്ങൊന്നൊരു 8 ചിറ പോലെ ഇവർ ഒരു 10-40 അടി നീളത്തിന് അവർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊരു 3 ചെടി വീതം അവർ നടും. ബാക്കി ഇത് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വേറെ ചെടി അവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അവരുടെ ഗ്രൂപ്പിൽ നിന്ന്. വേറെ ചെടി അവർ മേടിച്ചിട്ട് ഈ കുറ്റിമുല്ല നടാൻ വേണ്ടിയാണ്. ബാക്കി ഇത് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ. അപ്പം മച്ചന്മാരെ ഏകദേശം ചേച്ചിമാരൊക്കെ 2 ചിറകളിലായിട്ട് ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൂടലും കാര്യങ്ങളൊന്നുമില്ല. ഇത് റബ്ബർ വെട്ടിയൊരു സ്ഥലമാണ്. ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു, അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവരിത് ചിറയാക്കിയിട്ട് കൃഷി നടത്തുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ഡ്രൈക്കകത്ത് ചെടികൾ ഇരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇവർ ഇന്ന് തന്നെ ഏകദേശം നടുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇവർക്ക് ഇതിൽ നിന്ന് ഈ ചെടിയൊക്കെ വളർന്ന് പൂവൊക്കെ ഇട്ട് നല്ലൊരു വരുമാനം കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ മച്ചാമാരെ, ബൈ.